എന്റെ പൊന്നോ, ഈ ഒരു ബീട്രൂട്ടും തക്കാളിയും കുക്കറും ഉണ്ടില്ല നമ്മുടെ ഈ ഓണം കളർഫുൾ ആക്കാട്ടാ. നമ്മൾ കാണിച്ചുതരാം. കളഞ്ഞ ബീട്രൂട്ടും തൊലി കളയാത്ത തക്കാളി രണ്ട് ഐറ്റം കൂടി കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് സംഗതി അടപ്പൻ അടിച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് കേട്ടോ. ഈ വാളംപുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ പുളി ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇതിന്റെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. തല്ലി പിടിച്ചിട്ട് ജാറെടുത്ത് നോക്കിയാൽ ഈ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 8 ചോള കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി അല്ല, കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 ചോള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പീസ് പച്ചമുളകും 4 പീസ് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിന്റെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ. 1 ടീസ്പൂൺ ചെറിയ ജീരകം മിൻസൂട് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സംഭവം അടപ്പൻ അടിച്ച് വെച്ചിട്ടില്ല. പൾസ് ചെയ്ത് ഇതുപോലെ ചതച്ചെടുക്കണോട്ടോ. ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് ചതച്ചെടുക്കണോട്ടോ. ഈ മിക്സ് ഇതുപോലെ മൊത്തത്തിൽ കുത്തിയിട്ട് കൊടുക്കുകയും ചെയ്യാം. മിക്സിയുടെ ജാറ് വെച്ചിട്ടുണ്ടല്ല. നമ്മൾ ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും തക്കാളിയില്ല ഈ സംഭവം ഇതുപോലെ ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ തൊലി കളയാൻ മറക്കണ്ടാ. അടപ്പൻ അടിച്ച് വെച്ചിട്ട് 2 കറക്കി ഈ ഒരു പരുവത്തിലാണ്ട് അരച്ചെടുക്കണോട്ടോ. നമ്മുടെ ചീഞ്ചട്ടിലേക്ക് ഉണ്ടല്ലോ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് സൂപ്പറാക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. കുറച്ച് കായപ്പൊടി ഉണ്ടോ, സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് അതും കൂടി ഇതുപോലെ വിതറിയിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പാട്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് തൂവിട്ട് കൊടുക്കുകയും ചെയ്യും. കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുക. ഇതുപോലെ പിച്ച് പറിച്ച് തവിടാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സംഗതിയില്ല അടിപ്പനായിട്ടാണ് തിളപ്പിച്ചെടുക്കുകയും ചെയ്യണോട്ടോ. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബീട്രൂട്ട് രസം റെഡി ആക്കി കേട്ടോ. നമ്മുടെ ഓണം കളർഫുൾ ആക്കാൻ തകർത്താടാന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു ഇറ്റ് പോലും ബീട്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് പോലും കയറി വല്ല അടിപൊളിയാണ്.